നോട്ട് നിരോധനത്തിന് ശേഷമുള്ള ആദ്യ ശമ്പള ദിനം ഇന്ന്. എല്ലാ ബാങ്കുകളിലും റിസർവ് ബാങ്ക് 1000 കോടി രൂപ വിതരണം ചെയ്യും. ട്രഷറികൾ 6 മണിവരെ പ്രവർത്തിക്കും. ആശങ്ക വേണ്ടെന്ന സർക്കാർ. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിൽ പടക്ക ഫാക്ടറിയിൽ സ്ഫോടനം. 5 പേർ മരിച്ചു, നിരവധി പേർക്ക് പൊള്ളലേറ്റു. ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സഞ്ചരിച്ച വിമാനം അടിയന്തരമായി നിലത്തിറക്കി. ഇന്ധനം തീർന്നെന്ന വിശദീകരണം. ഗൂഢാലോചനയെന്ന തൃണമൂൽ കോൺഗ്രസ്, അന്വേഷണത്തിന് ഉത്തരവ്. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ചെയ്തു. ഹാക്ക് ചെയ്ത അക്കൗണ്ടിൽ നിന്ന് തുടർച്ചയായി അശ്ലീല സന്ദേശങ്ങൾ. OBC പട്ടികയിൽ 15 ജാതികളെ കൂടി ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി. 13 ജാതികൾക്ക് ഭേദഗതിയും നിർദ്ദേശിച്ചു. ഇന്ന് ലോക എയ്ഡ്സ് ദിനം. ലോകത്താകെ 3.5 കോടി ആളുകൾ രോഗബാധിതരെന്ന ലോകാരോഗ്യ സംഘടന. ഇന്ത്യയിൽ 24 ലക്ഷം പേരും കേരളത്തിൽ 29,000 പേരും രോഗബാധിതർ. എണ്ണ ഉൽപാദക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒപെക് ഉൽപാദനം വെട്ടിച്ചുരുക്കുന്നു. ആഗോള വിപണിയിൽ എണ്ണവില ഉയരും. പ്രതിദിനം 12 ലക്ഷം ബാരൽ എണ്ണ ഉൽപാദനം കുറയ്ക്കും. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മിഷേൽ ഒബാമ ഒരിക്കലും മത്സരിക്കില്ലെന്ന് ബറാക് ഒബാമ. 2020 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മിഷേൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമം. ഇന്ത്യക്ക് പിന്നാലെ ബ്രിട്ടനിലും നോട്ട് വിവാദം. പുതിയ 5 പൗണ്ട് നോട്ട് മൃഗമാലിന്യം കൊണ്ട് നിർമ്മിച്ചതെന്ന ആരോപണം. പ്രതിഷേധവുമായി വെജിറ്റേറിയന്മാർ രംഗത്ത്. ലോക ചെസ് ചാമ്പ്യൻ പട്ടം നിലനിർത്തി മാഗ്നസ് കാൾസൻ. റഷ്യയുടെ സെർജി കരിയാക്കിനെ തോൽപ്പിച്ചു. കാൾസന്റെ നേട്ടം തുടർച്ചയായ 3ാം തവണ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഡൽഹിയെ തകർത്ത നോർത്ത് ഈസ്റ്റിന് ജയം. സെമി പ്രവേശത്തിനായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ കാത്തിരിപ്പ് നീളുന്നു. ഞായറാഴ്ച നടക്കുന്ന നോർത്ത് ഈസ്റ്റ് ബ്ലാസ്റ്റേഴ്സ് മത്സരം നിർണായകം.